ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ച ഊണിലേക്ക് 2 തരം ഈസി ആയിട്ടുള്ള കൂട്ടാൻ തയ്യാറാക്കാം. അതിനുവേണ്ടി കുതിർത്ത വെള്ളപ്പയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ച് 2 വിസിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി വെളുത്തുള്ളി, സവാള, ചെറുള്ളി, ഉണക്കമുളക് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോൾ ഒന്ന് നിറം മാറി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മുളക് പൊടിയും കൂടെ ഒന്ന് വഴന്നു വരണം. ഇനി വേവിച്ച പയർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഉലർത്തിയെടുക്കാം. 5 മിനിറ്റിന് ശേഷം നല്ല രുചികരമായ പയർ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഉണ്ടാക്കാൻ മറക്കരുത്. ഇതുപോലെ ചോറിനുണ്ടെങ്കിൽ നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇതുപോലെ ഒരു കൂട്ടാൻ തന്നെ മതിയാവും. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാം. 2 വിഭവത്തിലെ രണ്ടാമത്തെ വിഭവം നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ബീട്രൂട്ട് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ബീട്രൂട്ടും സവാളയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും തേങ്ങായും കറിവേപ്പിലയും ഇട്ട് നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നേരത്തെ മിക്സാക്കിയ ബീട്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ചോപ്പ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ അടിപൊളി ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള 2 തരം കൂട്ടാനും റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറ് ഇതിലേക്ക് വെള്ളരിക്ക ഒഴിച്ചു കറിയും ബീട്രൂട്ട് തോരനും വൻപയർ ഉലർത്തിയതും പിന്നെ മുളക് മാങ്ങയുണ്ട് കേട്ടോ അച്ചാറ്. ഇന്നത്തെ ഊണ് ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.